ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ സ്റ്റെബിലൈസറിൻ്റെ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നത് നോക്കാൻ പോവാം. ഈ ഒരു കോറ് ഇതിനു മുമ്പ് ഈ സ്റ്റെബിലൈസറിൻ്റെ അകത്തിരുന്ന് കത്തിപ്പോയൊരു ട്രാൻസ്ഫോമറിൻ്റെ കോറാണ്. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തേക്കുവാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കോറിന് ഇൻസ്റ്റലേഷൻ ചെയ്യാം. നന്നായിട്ട് കത്തി ഉരുകി പോയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്കത് ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്യാം. ഈ ഒരു ട്രാൻസ്ഫോമറിൽ ആദ്യം യൂസ് ചെയ്തേക്കുന്ന കമ്പി എന്ന് പറയുന്നത് അലൂമിനിയം കമ്പി ആയിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും പെട്ടെന്ന് ഇത് ഡാമേജ് ആയത്. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കോപ്പർ ആയിരിക്കും. ഇതുപോലെ പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ചെയ്യുക ഫസ്റ്റ്. പലർക്കും അറിയത്തുണ്ടാവില്ല ട്രാൻസ്ഫോമർ കത്തിപ്പോയി എങ്ങനെ വൈൻഡ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമ്മൾ ട്രാൻസ്ഫോമർ അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേൺസ് എടുക്കുക, കമ്പിയുടെ ഗേജ് എടുക്കുക, ഏതെല്ലാം വയേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് 28 ഗേജുള്ള കോപ്പറാണ്. നമുക്ക് ഫസ്റ്റ് കോയിൽ അങ്ങ് ചുറ്റാം. മാക്സിമം കമ്പി അടുപ്പിച്ച് ചുറ്റണം, ഗ്യാപ്പില്ലാതെ. എത്ര ചേർത്തടുപ്പിക്കാൻ പറ്റുമോ അത്രയും ചേർപ്പിച്ച് നമുക്ക് കോയിൽ ചുറ്റുക. ഫസ്റ്റത്തെ ടെൻസ് പറഞ്ഞാൽ 736 ടെൻസ് വരുന്നത്. അപ്പോൾ ഓരോ ലെയർ തീരുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഇൻസുലേറ്റർ മുകളിൽ കൂടെ വച്ചു കൊടുക്കണം, എങ്കിലേ പ്രോപ്പർ ഇൻസുലേഷൻ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഇൻസുലേഷനാണ്. ഇത് അളവിന് കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് വെക്കണം. നമ്മളത് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെയാണ് അടുത്ത ലെയർ വരുന്നത്. ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് സെക്കൻഡ് ലെയറും ചുറ്റുക. ഇതിപ്പോൾ ടോപ്പ് ലെവലാണ്, അടുത്ത കോയിലാണ്. നമുക്ക് 30 ഗേജ് കമ്പി എടുത്താൽ മതി. ലാസ്റ്റ് കോയിലിൻ്റെ കമ്പിയാണ് 21 ഗേജ്. ഇതുപോലെ എല്ലാ ലെയറും പ്രോപ്പർ ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ട് ചുറ്റണം. ഇതുപോലെ കറക്റ്റായിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ചുറ്റുക. ഇനി നമുക്ക് കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ഇൻസുലേഷൻ കൊടുക്കുക. ഇത്രയും ഔട്ടാണ് വരുന്നത്. ഇതെല്ലാം ടാപ്പിംഗ് ആയിരിക്കും വരിക. അപ്പോൾ കോയിലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് നമ്മുടെ ബോർഡിലേക്കുള്ള 12 വോൾട്ടിൻ്റെ കണക്ഷനാണിത്. കോപ്പറിൻ്റെ മുകളിലൊരു ഇൻസുലേഷൻ കോട്ടിങ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ കോട്ടിങ് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ 2 ലെഗിലേക്കും സോൾഡ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിനുമുമ്പ് എങ്ങനെയാണോ ട്രാൻസ്ഫോമർ സ്റ്റെബിലൈസറിൻ്റെ അകത്തിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചും ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നത്.
ഇപ്പം നമ്മൾ ആ കണക്ഷൻ അങ്ങ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോറും ഐ കോറും ഇടാം. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഈ കോറും ഐ കോറും വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ കോറാണ് ഫിക്സ് ചെയ്യുന്നത്. ഇതുപോലെ ഈ കോറ് അകത്തേക്ക് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഈ കോർ കയറ്റി വെക്കുക. ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് 1 by 1 ആയിട്ട് കയറ്റി വെക്കുക. അതിൻ്റെ ഗ്യാപ്പ് അടയ്ക്കാനാണ് ഈ ഒരു ഐ കോർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ലെയറായിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഈ കോർ കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ കോറും ഐ കോറും എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ നെട്ടും ബോൾട്ടും കൂടി ടൈറ്റ് ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്കിത് നമ്മുടെ സ്റ്റെബിലൈസറിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാം. ട്രാൻസ്ഫോമർ അകത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലെ എല്ലാം ഈ ഒരു വയറിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇൻസുലേഷൻ നമ്മൾ അയച്ചെടുത്തപ്പോൾ നമ്മളിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക. ഈ ഒരു ഭാഗത്താണ് ട്രാൻസ്ഫോമർ ഇരിക്കുക. എല്ലാ ലീഡ്സും ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റെബിലൈസറിൻ്റെ അകത്ത് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഒരു സീറ്റിങ്ങിലേക്ക് വെക്കാം. ഇതേപോലെയാണ് ട്രാൻസ്ഫോമർ എല്ലാം സ്റ്റെബിലൈസറിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഇതൊരു വേൾപൂളിൻ്റെ ട്രാൻസ്ഫോമറാണ്, വേൾപൂളിൻ്റെ സ്റ്റെബിലൈസറാണ്. ബാക്കിൽ സ്ക്രൂ ചെയ്യാനുള്ള സോട്ടുണ്ട്. ആദ്യം കത്തിയ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ആ സ്പേസ് ഒക്കെ കുറേ ഉരുക്കി പോയിട്ടുണ്ട്. നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ബോർഡിലേക്കുള്ള കണക്ഷനാണ്. ഈ 2 വയറിലേക്കാണ് 12 വോൾട്ട് സപ്ലൈ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഈ വയർസ് കൊടുക്കാം, അതായത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് വോൾട്ടേജ് വേരിയേഷന്. ഫസ്റ്റ് നമ്മൾ ബോർഡിലേക്കുള്ള കണക്ഷൻ സോൾവ് ചെയ്യാം. അതിനുശേഷം സെക്കൻഡായിട്ട് നമ്മളിവിടെ ഒരു എർത്തിൻ്റെ കണക്ഷൻ ബോഡിയിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാം. നമ്മൾ ഫസ്റ്റത്തെ കോമൺ ന്യൂട്രലാണ് കൊടുക്കാൻ പോകുന്നത്. ആ ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കാണ് കൊടുക്കുന്നത്. കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുക. നമ്മൾ ട്രാൻസ്ഫോമറിലേക്കുള്ള ഫസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓരോ ടാപ്പിങ്ങിലേക്കും ഓരോ കണക്ഷൻസ് നമുക്ക് കൊടുക്കുക. ഇതേപോലെ കണക്ഷൻ ചെയ്യുക. നേരെ ഇൻസ്റ്റലേഷൻ കയറ്റി ഇടുക. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കറണ്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കുത്തിയിട്ടുണ്ട്. ഇപ്പം 230 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടുകളിലും ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന സ്റ്റെബിലൈസറിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ റീവൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.